അവൾ രാഹുൽ വരുന്നതിനെ പറ്റി ഓർത്ത് നിരാശയിലായിരുന്നു. അപ്പോഴാണ് ചെറിയമ്മ അവിടേക്ക് വന്നത്. എടി, ആരുടെ സ്വപ്നം കണ്ടാ നിൽക്കുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. അതിവിടെ നടക്കില്ല. രാഹുൽ വന്നു കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കല്യാണം നടത്തും. അത് കേട്ടതും അവൾ ഞെട്ടി. ഈശ്വര, ഇനിയും പരീക്ഷണമോ? സ്വപ്നം കണ്ടു നിൽക്കാതെ ഫുഡ് ഉണ്ടാക്കാൻ നോക്ക്, അവർ ഇപ്പം എത്തും. പിന്നെ ഒരു കാര്യം, ഇന്ന് രാവിലെ കണ്ടത് നീ ഏട്ടനോട് പറയാൻ നിന്നാ ഓർത്തോ, പിന്നെ നീ പുറം ലോകം കാണില്ല. അതും പറഞ്ഞ് ഊർമിള അവിടെ നിന്നും പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഗേറ്റ് കടന്നൊരു കാറ് വന്നത്. അതിലിരിക്കുന്നവരെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തോന്നി. ഊർമിള അവരുടെ അടുത്തേക്ക് പോയതും എല്ലാവരെയും വിളിച്ചകത്തേക്ക് ഇരുത്തി. കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാം. അതും പറഞ്ഞ് ഊർമിള അകത്തേക്ക് പോയി. നിന്റെ അമ്മായി ഒരടാറ് സാധനമാണല്ലോ രാഹുലേ. ആണെന്നോ? അനുഭവിച്ച് എന്നോടാണോ പറയുന്നത്? അടിപൊളി ഐറ്റമാണ്. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ എനിക്കറിയാം. അപ്പോഴാണ് അവർക്കുള്ള ജ്യൂസുമായി ഊർമിള വന്നത്. ഇതാണ് ഊർമി, ഞാൻ പറഞ്ഞ രാഹുലിൻ്റെ MD ഗോകുൽ വർമ്മ. ആണോ? ഞാൻ മോളെ വിളിക്കാം. ഋതു മോളെ, അവർ വന്നു കേട്ടോ. അത് കേട്ടതും അവർ സന്തോഷം കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അവളെ കണ്ടതും ഗോകുലിൻ്റെ മനസ്സിൽ അവളോട് വികാരം തോന്നി. രാഹുലിനെ കണ്ടതും അവർ പരസ്പരം കണ്ണടിച്ച് കാണിച്ചു. എവിടെ അപ്പച്ചി ലക്ഷ്മി? അവൾ അടുക്കളയിലുണ്ട്, ഞാൻ വിളിക്കാം. എടാ രാഹുലെ, അമ്മയെക്കാളും അടാറായിട്ടുവാണല്ലോ മോള്. അവളുടെ ഡ്രസ്സ് ഒരു വല പോലത്തെ സാരിയാണ്. അതിലവളുടെ വയറ് നന്നായി കാണുന്നുണ്ട്. അവൾ വയറ് കുത്തിയ നെവി നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ലക്ഷ്മി അടുക്കളയിൽ ജോലി ചെയ്ത് നിൽക്കുമ്പോഴാണ് ഊർമിള അവിടേക്ക് വന്നത്. എടി അസത്തെ, നിന്നെ കാണാനല്ലേ അവർ വന്നത്, എന്നിട്ട് നീ ഇവിടെ നിൽക്കുകയാണോ? അങ്ങോട്ട് വന്ന ആ തിരുമുഖം അവരെ ഒന്ന് കാണിക്ക്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അപ്പു അവിടേക്ക് വന്നത്. എന്തിനാമ്മേ ചേച്ചി വരുന്നത്? അവർക്ക് നിങ്ങളെയല്ലേ കാണേണ്ടത്. ദേ ചെക്ക, വലിയവർ കാര്യത്തിൽ നീ ഇടപെടേണ്ട. നീ അങ്ങോട്ട് വരണം. അവളൊന്ന് മൂളി. ചേച്ചി പോവാണോ? പിന്നെ ഇനിയും അങ്ങോട്ട് പോയില്ലെങ്കിലേ നിന്റെ അമ്മേനോട് ദേഷ്യം തീർക്കാൻ ഇതൊരു കാരണമാകും. അതും പറഞ്ഞ് ലച്ചു അവിടേക്ക് പോയി. അവളെ കണ്ടതും ഗോകുലിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്താ ഈശ്വരവർമ്മ എന്നോട് വരാൻ പറഞ്ഞത്? ഒന്നുമില്ല, മനസ്സിനൊരു അസ്വസ്ഥത, അപ്പോൾ ഒന്ന് കണക്ക് നോക്കാൻ വരാൻ പറഞ്ഞതാ. ജോത്സ്യൻക്ക് അവിടെ നിർത്തി നോക്കാൻ തുടങ്ങി. വർമ്മേ, എന്തൊക്കെയാ പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടല്ലോ. അത് കേട്ടതും ജാനകി അമ്മ ഓടി വന്നു. നിങ്ങൾക്കൊരു ചെറുമകനില്ലേ? അവനിപ്പോൾ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശൻ അയാളോട് ചോദിച്ചു. നിങ്ങളുടെ ചെറുമകൻ വിദേശത്തല്ലേ, അവനോട് സൂക്ഷിക്കാൻ പറയണം. അവൻ്റെ ചുറ്റും ശത്രുക്കൾ വളയുന്നുണ്ട്. അവൻ്റെ വിവാഹം ഉടനെ ഉണ്ടാകും. അത് നല്ല രീതിയിലായിരിക്കില്ല. കുറേ പ്രശ്നങ്ങൾ അതിന് ചുറ്റുമുണ്ടാകും. എന്താ തിരുമേനി പറയുന്നത്? അവൻ്റെ വിവാഹം അത് ഉടനെ ഉണ്ടാകുമെന്നോ? അവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ തിരുമേനി? എല്ലാ ചെറുമകളും ഉത്സവത്തിന് എത്തില്ലേ, അപ്പം അവർക്കുള്ള പൂജയും നടത്താം. എന്താ അങ്ങനെ ചെയ്യുകയല്ലേ വർമ്മേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ തിരുമേനി. അതും പറഞ്ഞ് വർമ്മ ദക്ഷിണ അയാൾക്ക് കൊടുത്ത അനുഗ്രഹം വാങ്ങി. ഇനി ഉത്സവത്തിന് കാണാം. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ഇന്ദ്ര, ഈശ്വരവർമ്മ അയാളുടെ മകനെ വിളിച്ചു. എന്താ അച്ഛ വിളിച്ചത്? എല്ലാവരോടും അടുത്തന്നെ ഇങ്ങോട്ടോ എത്താൻ പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ശരി അച്ഛ, ഞാൻ അവരോട് പറയാം. അല്ല അച്ഛ, അപ്പോൾ കണ്ണൻ അവനോട് പറയണ്ടേ? അവനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടടാ. ജാനിയും അവരോടായി പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. ഇത് അവനോട് പറയാൻ നിൽക്കണ്ട. ഇത് പറയണ്ട കേട്ടോ. ശരിയമ്മേ. അതും പറഞ്ഞ് ഇന്ദ്രൻ അകത്തേക്ക് പോയി. ഈശ്വരവർമ്മയും റൂമിലേക്ക് പോയി കിടന്നു. ജാനകി അമ്മയ്ക്കറിയാം അദ്ദേഹം റൂമിലേക്ക് പോകുന്നത് മനസ്സിലെന്തെങ്കിലും ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. ജാനകി അമ്മയും റൂമിലേക്ക് പോയി. എന്തേ കിടക്കുന്നു? എന്തോ നമ്മുടെ മകളെ ഓർമ്മ വന്നു. അവളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതും പറഞ്ഞ് ഈശ്വരവർമ്മ കരഞ്ഞു. സാരമില്ല, അവൾക്ക് നമ്മളെ കാണാൻ തോന്നുമ്പോൾ വന്നവളും. വിഷമിക്കാതെ. അയാളൊന്ന് മൂളി. എടാ രാഘവ, നിന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞോ? അതൊക്കെ തീർന്നു. കുറേ കൊല്ലം ഞാൻ അവിടെ അനുഭവിച്ചതാ. എനിക്ക് അറിയൂ, പുറത്തിറങ്ങിയപ്പോഴാണ് സമാധാനമായത്. നീ എങ്ങനെ രക്ഷപ്പെട്ടാണെന്നറിയില്ല. നീ ചെയ്ത തെറ്റിൽ കോടതി വിധിച്ച ശിക്ഷയിൽ നിന്ന് മാത്രമേ നീ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കോവിലത്തുള്ളവർ അറിഞ്ഞ ആ ചെറുക്കൻ നാഥ്, അവൻ നാട്ടിലില്ലാത്തത് ഭാഗ്യം. നീ ഇറങ്ങിയെന്നറിഞ്ഞ ആ ചെറുക്കൻ വെറുതെ ഇരിക്കില്ല. നിന്റെ കെട്ടിയോളെയും കുട്ടികളെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ടാ. നിർത്തടാ. ആ പീക്കരി ചേക്കൻ എന്നെ ഒരു ചുക്കും ചെയ്യൂല. അത്രയ്ക്കൊന്നും ഞാൻ അവനില്ല. അവൻ എൻ്റെ ജീവൻ എടുക്കാൻ വരട്ടെ. അതും പറഞ്ഞ് രാഘവൻ തമ്പിയെ കാൽ കൊണ്ട് ചവിട്ടി താഴെയിട്ടു. കയ്യിലുണ്ടായിരുന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞ് അവിടെ നിന്നും പോയി. എത്ര കൊണ്ടാലും പഠിക്കില്ല. അവൻ വന്നാൽ അറിഞ്ഞോളും, അപ്പോൾ പഠിച്ചോളും.
അതും പറഞ്ഞ് തമ്പി നിലത്തുനിന്ന് എണീറ്റു. അവൾ അവിടേക്ക് വന്നതും ഗോകുലിൻ്റെ കണ്ണുകൾ തിളങ്ങി. അങ്ങോട്ട് ആ കണ്ണുകൾ പോവണ്ട, അത് എനിക്കുള്ളതാണ്. ഞാൻ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് മടുക്കുമ്പോൾ അപ്പം തരാം. അതും പറഞ്ഞവർ രണ്ടുപേരും കൈയടിച്ചു. അയാളുടെ നോട്ടം ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി അവിടെ നിന്നും പോയി. അല്ല, എന്താ മോൻ ചിന്തിക്കുന്നത്? മാധവൻ ചോദിച്ചു. അല്ല, നല്ല വീട്, നല്ല ഭംഗി, ഇവിടെ ഒന്ന് കൂടിയാലോ എന്ന് വിചാരിക്കുമായിരുന്നു. അതിനെന്താ, ഇവിടുത്തെ ആളെ കെട്ടി തന്നെ ഇവിടെ തന്നെ ജീവിക്കാലോ. രാഹുലിൻ്റെ അമ്മ ഹൃതികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നാണം കൊണ്ട് തല താഴ്ത്തി. ഇതാണ് നല്ല ഐഡിയ. ആ പെണ്ണിൻ്റെ അടുത്തെത്താൻ അവളെ പെട്ടെന്ന് വളച്ചെടുക്കണം. രാഹുൽ മനസ്സിൽ ചിന്തിച്ചു. അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ്, എനിക്ക് സമ്മതമാണ്. അതും പറഞ്ഞ് ഹൃതിക അവിടെ നിന്നും ഓടിപ്പോയി. മോൻക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിച്ചോ, അവൾ അവളുടെ റൂമിലുണ്ടാകും, മുകളിലാണ് അവളുടെ മുറി, ഊർമിള പറഞ്ഞു. ഓക്കെ. അതും പറഞ്ഞ് ഗോകുൽ അവളുടെ റൂം ലക്ഷ്യമാക്കി പോയി. ഇവളെ ആദ്യം എൻ്റെ അടുത്ത് കിട്ടിയിട്ട് അവളെ എൻ്റെ അടുത്ത് എത്തിക്കാൻ. അതും വിചാരിച്ച് ഗോകുൽ മുകളിലെ സ്റ്റെപ്പ് കയറിപ്പോയി. ആദ്യം കാണുന്ന റൂം തന്നെയാണ് അവളുടേത്. അത് തുറന്നവൻ അതിൻ്റെ അകത്തേക്ക് കടന്നതും കണ്ടു ജനലിൻ്റെ അടുത്ത് തിരിഞ്ഞു നിൽക്കുന്നവളെ. അവൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിലും അവളുടെ വടിവത്ത ശരീരം ആ സാരിൻ്റെ ഉള്ളിൽ നിന്നും നല്ലതുപോലെ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അവൻ അത് കണ്ടതും അവളോട് തോന്നിയ വികാരം അവൻ പുറത്തേക്ക് വന്നു തുടങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് പോയി ശബ്ദമുണ്ടാക്കി. അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ ശരീരം അവൻ്റെ ദേഹത്തു തട്ടി. സോറി, കണ്ടില്ല വന്നത്. ഞാനല്ലേ സോറി പറയേണ്ടത്, ഞാനല്ലേ ഇയാളുടെ പുറകിൽ വന്നു നിന്നത്. അപ്പോഴും അവൻ്റെ കണ്ണുകൾ സാരിയുടെ തലപ്പ് നീങ്ങി പുറത്തേക്ക് കാണുന്ന അവളുടെ ശരീരത്തിലായിരുന്നു. എനിക്ക് നിന്നെ താഴെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു. എങ്ങനെയാണ് ഞാൻ അവരോട് പറയുക എന്ന് കരുതിയാണ് പറയാതിരുന്നത്. എനിക്കും ഇഷ്ടമായിരുന്നു ആദ്യം കണ്ടപ്പോൾ. അവനൊന്ന് മൂളി. നിനക്ക് ഞാൻ എൻ്റെ നമ്പർ തരാം, ആരും അറിയണ്ട, രാഹുൽ പോലും. ശരി ഗോകുലേട്ടാ, ഗോകുലേട്ടൻ പറയുന്നത് പോലെ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും നടന്നു പോയതും അവൻ്റെ കാലുകൾ തടഞ്ഞവൾ വീഴാൻ പോയി. അവൾ ചെന്ന് വീണത് അവൻ്റെ കൈകളിലായിരുന്നു. അവൾ പെട്ടെന്ന് ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു. സോറി, ഞാൻ അറിയാതെ. അതും പറഞ്ഞ് ഗോകുൽ അവളിൽ നിന്നും കൈവിട്ടു. അത് സാരമില്ല ഗോകുലേട്ടാ. അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ആ നിമിഷം വിടർന്നു. അമ്മേ, എന്താ ഇന്ദ്ര, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മറന്നു? ഇല്ലടാ, അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇന്നല്ലേ നമ്മുടെ എല്ലാമെല്ലാമായ രാധുവിൻ്റെ പിറന്നാൾ ദിവസം. അവൾ ഈ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും സങ്കടത്തിലാക്കി വീട്ടിൽ നിന്നും ഇഷ്ടപ്പെട്ട ആളുമായി പോയത്. പിന്നെ നിന്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും മരണ ദിവസം. എല്ലാം ഒരേ ദിവസം ഈശ്വരൻ നമുക്ക് തന്നത്. അതെങ്ങനെ നമ്മൾ മറക്കും? ശരിയാണമ്മേ, അവളിപ്പോൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാവും. അച്ഛൻ്റെ ശത്രുവിൻ്റെ മകനെ തന്നെ അവൾക്ക് കിട്ടിയല്ലോ സ്നേഹിക്കാൻ. അതല്ലെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ആ ബന്ധം നടത്തി കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ പെങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഒപ്പമുണ്ടാകുമായിരുന്നു, അല്ലേ അമ്മേ? അതേ മോനെ, കുറേ കാലം അവരെ പറ്റി എനിക്കറിയാമായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ അവർ ഈ നാട്ടിൽ നിന്ന് പോയപ്പോൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല. അവളുടെ ഉറ്റ സുഹൃത്തായ സിന്ധുവിൻ്റെ ഭർത്താവ് അവർക്കെല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു. ബാലൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു അതൊക്കെ. ഇവർ അറിയാതെ ആ രാത്രിയിൽ അവിടെ നിന്നും പോയി. അതാണ് പിന്നെ അവർക്കും ഒന്നും അറിയാൻ പറ്റിയില്ല. അതും പറഞ്ഞ് ജാനകിയമ്മ കണ്ണുകൾ തുടച്ചു. കരയില്ലമ്മേ, അവൾ വരും. നമ്മളെ കാണാതിരിക്കാൻ അവൾക്കാവില്ല. ഉണ്ണി എന്നാ വരുന്നത്. ഉണ്ണി ഈശ്വരവർമ്മയുടെ രണ്ടാമത്തെ മകൻ ശ്രീനാഥ് വർമ്മ. അയാൾ ഇവരുടെ ഒപ്പമല്ല താമസിക്കുന്നത്, പുറത്താണ് അവരുടെ ജോലി. അവരുടെ ഹോസ്പിറ്റൽ നോക്കി നടത്തുന്നത് ശ്രീനാഥ് വർമ്മയാണ്. അവരുടെ മകളും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇരട്ടകളാണവർ. ഉണ്ണി എന്നാണ് ശ്രീനാഥ് വർമ്മ എല്ലാവരും വിളിക്കുന്നത്. അറിയില്ലമ്മേ, ഏട്ടന് ഒരുപാട് ജോലിയുള്ളതല്ലേ. എല്ലാവർക്കും തിരക്ക്. എന്നെ കാണാൻ ആർക്കും ആഗ്രഹമില്ല. അവരൊക്കെ വരും അടുത്ത് തന്നെ, അമ്മ വിഷമിക്കാതെ. അത് മറിഞ്ഞിന്ദ്രൻ അവിടെ നിന്നും ദേവനാഥിൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് പോയി. എന്തിനാ വല്യേട്ടാ ഞങ്ങളെയൊക്കെ ഒറ്റക്കാക്കി പോയത്? ഏട്ടത്തിയും എന്തിനാ ഞങ്ങളെ ഒറ്റക്കാക്കി പോയത്? നിങ്ങൾ രണ്ടാളും ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. നിങ്ങൾ പോയതോടെ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും നഷ്ടമായി. അതിൽ നോക്കി ഓരോന്ന് പറയുന്നതിനോടൊപ്പം ഇന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും മരണത്തിന് കാരണക്കാരായ രാഘവനെ വെറുതെ വിടില്ല. അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ പകയുടെ അഗ്നി ജ്വലിച്ചു. അപ്പോഴാണ് ഇന്ദ്രൻ്റെ ഫോൺ അടിച്ചത്. ഹലോ നാഥ്, നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ ഹരി, എനിക്കെന്താണെന്നറിയില്ല, സുഖമില്ല. നാഥ് ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് വന്ന് റിലാക്സ് ആവാൻ അവനെ ഹരിയും വോളിബോൾ കളിക്കും.
അവൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കളിക്കുന്നത് ഇഷ്ടമാണ്. ഹരിക്കറിയാം നാഥ് മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലാണ് കളിക്കാൻ വരാഞ്ഞത്. ഹരി കളി നിർത്തി അവൻ്റെ അടുത്തേക്ക് പോയി. എന്താടാ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ലടാ, അച്ഛൻ്റെയും അമ്മയുടെയും മരണ ദിവസം എനിക്കെന്തോ അതിൽ സംശയമുള്ളതുപോലെ. ഈ കാരണം കൊണ്ട് അവർ ഒരുമിച്ച് മരിക്കുമോ? അത്രയ്ക്കും ധൈര്യമില്ലാത്തവരല്ല അച്ഛനും അമ്മയും. നിനക്കെന്താടാ ഇപ്പോഴും ഇങ്ങനെ തോന്നിയത്? എൻ്റെ മനസ്സിൽ ആരോ വിളിച്ചു പറയുന്നത് പോലെ അവർ മരിച്ചതല്ല, കൊന്നതാണെന്ന്. അത് നിനക്ക് തോന്നുന്നതാകും. നിന്റെ അമ്മ തൂങ്ങി മരിച്ചതാണ് എന്നല്ലേ പറഞ്ഞത്? അതറിഞ്ഞ് പറ്റാക്ക് വന്ന് നിന്റെ അച്ഛനും മരിച്ചു എന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? അവർക്കറിയുന്നതല്ലേ. നീ വേറെ ഒന്നും ആലോചിക്കണ്ട. വാ, നമുക്ക് പുറത്തു പോവാം. ഡാ ഹരി, ഒരെന്നാലുമില്ല. നീ ഇങ്ങോട്ട് നടക്കുന്നാത്. അതും പറഞ്ഞ് ഹരി നാഥിൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ഹൃതിക ഗോകുലിനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ പ്രവൃത്തി വിശ്വസിക്കാനായില്ല. അവൾ താൻ ചെയ്ത പ്രവൃത്തി ഗോകുലിന് ഇഷ്ടമായില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ അടുത്തുനിന്ന് പിന്മാറി ജനലിൻ്റെ അടുത്തേക്ക് പോയി മുഖം തിരിഞ്ഞു നിന്നു. സോറി, ഞാൻ അറിയാതെ. ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്ക്. ഇല്ല, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ അവളുടെ സാരിൻ്റെ ഉള്ളിലൂടെ അവളുടെ വയറിൽ അവൻ്റെ കൈകൾ കൊണ്ട് തഴുകി. അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് തഴുകി. ആ സുഖത്തിൽ അവളൊന്ന് പുളഞ്ഞു. അവളെ തിരിച്ചു നിർത്തി അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. രണ്ടുപേരും മത്സരിച്ച് ചുണ്ടുകൾ തമ്മിൽ കെട്ടിപ്പിടഞ്ഞു. അവൾക്ക് ശ്വാസം തടഞ്ഞപ്പോഴാണ് അവൻ അവളെ വിട്ടത്. ഈ സ്നേഹം എനിക്കെന്നും അനുഭവിക്കണം. അതിനെന്നും എനിക്ക് നിന്നെ വേണം. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം. അവൾ തലയാട്ടി. എൻ്റെ ഗോകുലേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ വന്നിരിക്കും. അതും പറഞ്ഞവർ രണ്ടുപേരും താഴേക്ക് പോയി. അവർ ചിരിച്ചു വരുന്നത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ഗോകുൽ എല്ലാവരോടും പറഞ്ഞ്, എനിക്ക് ഹൃതികയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണെന്ന്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? ആരും ഒന്നും മിണ്ടാതെ നിന്നു. അവരുടെ അടുത്തുനിന്ന് ഒരു പ്രതികരണമില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ പേടി തുടങ്ങി. പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവൻ്റെ കണ്ണുകൾ ചുവന്നു. എന്തേ ആരൊന്നും പറയാത്തത്? ഈ ബന്ധത്തിന് ആർക്കും ഇഷ്ടമല്ലേ? അവനത് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. മകൾ പേടിച്ചു. ഞങ്ങൾക്കിത് ഇഷ്ടമല്ല എന്ന് കരുതിയോ? ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണ സമ്മതമാണ്, മാധവൻ പറഞ്ഞു. എനിക്ക് സമ്മതമല്ല. അതും പറഞ്ഞ് അപ്പു അവിടേക്ക് വന്നു. അപ്പു അകത്തേക്ക് പോ. ഇവിടെ വലിയവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നീ പറയാനായിട്ടില്ല. അതെങ്ങനെയാ? ആ നശിച്ചവളുടെ കൂടെയല്ലേ നടക്കുന്നത്? ദേ അമ്മേ, എന്നെ എന്തു വേണോ പറഞ്ഞു. ചേച്ചിയെ പറഞ്ഞാലുണ്ടല്ലോ, അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. നീ അമ്മയുടെ നേർക്ക് കൈ ചൂണ്ടാൻ തുടങ്ങിയോ? അംബിക അപ്പുവിനോട് പറഞ്ഞു. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട. അപ്പു, ഊർമിള അവൻക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് വിളിച്ചു. നീ ആരോടാണ് പറയുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കിഷ്ടമില്ലാത്തവർ നേരെ ഞാൻ എന്തും പറയും. അതും പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയി. ഈ ചെറുക്കൻ, അവൾ പറഞ്ഞു തിരിപ്പിച്ചതാണ്. അത് നിന്റെ കുഴപ്പമാണ്, ആ ചെക്കനെ നിന്റെ ഒപ്പം നിർത്താത്തത്. ഊർമിള തലയും താഴ്ത്തി നിന്നു. അല്ല, നിങ്ങൾ ഞങ്ങളെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾക്ക് സമ്മതമാണ്. അപ്പോൾ രാഹുലിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹത്തിൻ്റെ ഒപ്പം ഇവരുടെ വിവാഹവും. അത് മതി. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി. അവർ പോയതും മോളും അമ്മയും ദേഷ്യത്തോടെ അപ്പുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പു, ഊർമിള അവനെ വിളിച്ചു. ഡാ ഹരി, ഇന്നിനി വയ്യടാ വർക്ക് ചെയ്യാൻ. ഞാൻ കിടക്കട്ടെ? ശരി, ഞാൻ നോക്കിക്കോളാം, നീ കിടന്നോ. അതും പറഞ്ഞ് ഹരി അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ റൂമിലെത്തി വർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അവൻ അതെടുത്ത് നോക്കിയതും ഹലോ, പെണ്ണിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് സമയം നോക്കി. ഞാൻ വിളിച്ചു, എന്തിനാ കട്ടാക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്. ഞാൻ വിളിക്കാതിരിക്കാൻ എന്നെ ബ്ലോക്കാക്കിയാലും വേറെ നമ്പർ എടുത്ത് വിളിക്കും. നീ വിളിക്കുന്ന നോക്കിയിരിക്കലല്ല എൻ്റെ പണി. നിനക്കുറക്കമൊന്നുമില്ലേ? രാത്രി ഉറങ്ങാനും സമ്മതിക്കാതെ. ഞാൻ ആര്യേട്ടൻ്റെ സൗണ്ട് കേൾക്കാനല്ലേ വിളിക്കുന്നത്. ഈ സൗണ്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതിന് നീ എൻ്റെ ഭാര്യയല്ലല്ലോ. നീ എന്നെ വിളിക്കാനും നിൻ്റെ സൗണ്ട് കേൾക്കാനും. അതിനെനിക്ക് സമ്മതമാണ്. ഹരിയേട്ടന് സമ്മതം പറയാഞ്ഞിട്ടല്ലേ? ഇഷ്ടം ഫോണിലൂടെയല്ല പറയേണ്ടത്. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വാ. അതിനുള്ള ധൈര്യം എനിക്കില്ല. ധൈര്യമില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഈ പാതിരാത്രിയാണ് അവൾ കൊഞ്ചാൻ നിൽക്കുന്നത്. നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ഇല്ലേ? എന്തിനാ എന്നെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാനാണോ? അല്ല, നിന്നെ തല്ലാൻ. അവിടെ ആരുമില്ലേ എന്ന് ചോദിക്കാൻ. പാതിരാത്രിയാണ് അവളുടെ ഒരു ഇഷ്ടം പറച്ചിൽ. വെച്ചിട്ട് പോയി കിടന്നുറങ്ങടി. അതും പറഞ്ഞ് ഹരി കട്ട് ചെയ്തു. നാശം, ഓരോരുത്തർ വിളിക്കും. അതും പറഞ്ഞ് ഹരി കയ്യിലുള്ള ഫയൽ മടക്കിയെടുത്ത് വെച്ച് കിടന്നു. അതിഥി, ആ വിളി കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആളെ കണ്ടതും അവളുടെ മനസ്സിൽ പേടി തുടങ്ങി. ഇന്നും ഹരിയേട്ടൻ നിന്റെ പ്രണയം നിരസിച്ചു അല്ലേ? സൂര്യ അത് പറഞ്ഞതും അവൾ ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടൻ എന്താ പറഞ്ഞത്?
എനിക്കറിയാം മോളെ, നിനക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണെന്ന്. മോൾ നീയാണെന്ന് വിളിക്കുന്നതെന്ന് ഹരിയേട്ടൻ അറിയുമോ? നിന്റെ നമ്പർ കണ്ടാൽ ഹരിയേട്ടൻ അറിയില്ലേ? ഇല്ല, അറിയില്ല. ഞാൻ വിളിക്കുന്നതെന്ന് സത്യം അറിഞ്ഞാൽ നമ്മുടെ വല്യേട്ടൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കും. അത് പേടിച്ചാണ് ഞാൻ പറയാത്തത്. ഹരിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയും ഇഷ്ടമാണ് എനിക്ക് ഹരിയേട്ടനെ. അതും പറഞ്ഞ അതും സൂര്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ കരയാതെ, ഹരിയേട്ടനെ നിനക്ക് വിധിച്ചതാണെങ്കിൽ നിനക്ക് തന്നെ ഈശ്വരൻ തരും. നീ വാ, അച്ഛനും അമ്മയും കരച്ചിൽ കേട്ടു വരും. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് പോയി. സൂര്യ അവളെ അവളുടെ റൂമിലേക്കാക്കി. അവളെ കിടത്തി അവളുടെ അടുത്തിരുന്ന് തലയിൽ തലോടി. അവൾ ഉറങ്ങിയതിനു ശേഷമാണ് അയാൾ അവിടെ നിന്ന് പോയത്. ഈശ്വര, ഇവളെ സങ്കടപ്പെടുത്തല്ലേ. ഊർമിള മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഊർമിളയുടെ ഫോൺ അടിച്ചത്. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ആ ഏട്ടാ, എന്തേ വിളിച്ചത്? മകളുടെ കല്യാണം കാര്യം പറയാനാണ് വിളിച്ചത്. ജാതകം നോക്കി അടുത്ത ആഴ്ച നല്ല മുഹൂർത്തമുണ്ട്, അതിൽ നടത്താമല്ലേ? അതെ, എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത്. ആ ശല്യം ഒഴിഞ്ഞു പോവുമല്ലോ. എന്നിട്ട് വേണം അവളുടെ പേരിൽ എഴുതിയ സ്വത്തുക്കൾ എൻ്റെ പേരിലേക്കാക്കാൻ. അതിനയാളൊന്ന് മൂളി. അതിൻ്റെ ഒപ്പം ഹൃതികയുടെയും നടത്താമല്ലേ? അവൾക്ക് കിട്ടിയത് നല്ല ഒരാൾ തന്നെയാണ്. നിന്റെ ഭാഗ്യം. അതെ, എൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോളുടെ ഭാഗ്യം. ശരി ഊർമിളെ, ഞാൻ വെക്കട്ടെ. ഇനി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ആ ശരി ഏട്ടാ. അതും പറഞ്ഞവർ ഫോൺ കട്ടാക്കി. അപ്പോൾ തന്നെ ഊർമിളയുടെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഊർമി. ആ ശബ്ദം കേട്ടതും അവൾക്ക് സന്തോഷം തോന്നി. നാദ് എഴുന്നേറ്റ് ഫ്രഷായി ജിം റൂമിലേക്ക് പോയി. അവൻ്റെ റൂമിൽ തന്നെ സെറ്റാക്കിയ ഒരു ചെറിയ റൂമിലാണ് അവൻ്റെ ജിം റൂം. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവനുള്ള ഗ്രീൻ ടീ അവരുടെ ടേബിളിൽ എത്തിയിരുന്നു. അത് കുടിച്ച് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുമ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഭൈരവ്നാഥ് വർമ്മ. അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. ഹൂ ആർ യു? ഞാൻ ആരുമായിക്കോട്ടെ, നിനക്ക് എന്ത് പറ്റിയാലും വേദനിക്കില്ല എന്നറിയാം. നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് പറ്റിയ നിനക്ക് വേദനിക്കില്ലേ? എന്നൊക്കെ കേട്ടോ, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും സഞ്ചരിച്ച കാറ് കൊക്കയിലേക്ക് മറിഞ്ഞു. നോ, അവൻ അലറി. മറുവശത്തൊരു പൊട്ടിച്ചിരിയോടെ ഫോണ് കട്ടായി. അവൻ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ്റെ ശരീരം മുഴുവൻ വിയർത്തു. ബെഡിൻ്റെ അടുത്തുണ്ടായിരുന്ന ടേബിളിൽ വെച്ച് ജഗ്ഗിലെ വെള്ളമെടുത്ത് ഒറ്റവലിക്ക് കുടിച്ചു. അപ്പോഴേക്കും അവൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് ഹരി ഓടി വന്നു. നാഥ്, ഡാ, എന്തു പറ്റി? നീ എന്തിനാ നിലവിളിച്ചത്? നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നത്? നീ വല്ല സ്വപ്നം കണ്ടോ? അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. ഡാ എന്ന് ഹരി ഒച്ചത്തിൽ വിളിച്ചതും അവൻ അപ്പോഴാണ് ആ ഷോക്കിൽ നിന്നും തിരിച്ചു വന്നത്. നാഥ് കണ്ട സ്വപ്നത്തെപ്പറ്റി അവനോട് പറഞ്ഞു. നീ പേടിക്കണ്ട, അതൊക്കെ സ്വപ്നമല്ലേ. എന്നാലുടാ. അതും പറഞ്ഞവൻ ഫോണെടുത്ത് സൂര്യനെ ഡയൽ ചെയ്തു. നീ ആർക്കാ വിളിക്കുന്നത്? സൂര്യന്. ആണോ? അവരൊക്കെ ഉറങ്ങുമായിരിക്കും. ഇനി അവരുടെ നേരം വെളുത്തിട്ട് വിളിക്കാം. അവനത് പറഞ്ഞ് നാഥിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കട്ടാക്കി. നീ ഇപ്പോൾ കിടക്ക്, ബാക്കി പിന്നെ നോക്കാം. അതും പറഞ്ഞ് ഹരി അവനെ സമാധാനപ്പെടുത്തി കിടത്തി. അവനും കൂടെ കിടന്നു. അവൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൻ വേഗം തന്നെ എഴുന്നേറ്റ് മാനവിനെ വിളിച്ചു. ഡാ മനു, നീ എവിടെയാ? വല്യേട്ടാ, ഞാൻ നമ്മുടെ കോളേജിലാണ്. ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. വല്യേട്ടൻ എന്നാ എത്തുന്നത്? ഞാൻ അടുത്ത് തന്നെ എത്തും. പിന്നെ മനു, മുത്തശ്ശിക്കും മുത്തശ്ശനും കുഴപ്പമില്ലല്ലോ? ഇല്ല, അവർ സുഖമായിരിക്കുന്നു. നമ്മളില്ലാത്ത കുറവ് അത്രയേ ഉള്ളൂ. ശരി, ഞാൻ വെക്കുവാ. ശരി വല്യേട്ടാ. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? ഇനി വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ശേഖരേട്ടാ, അവൾ വശ്യതയോടെ വിളിച്ചു. ഊർമി, ഞാനിന്ന് വരട്ടെ? നിന്നെ ഇന്നലെ കാണാഞ്ഞിട്ട് ഉറക്കം വന്നില്ല. അത് വേണ്ട, ഇവിടെ മക്കളെല്ലാവരുമുണ്ട്. എന്നാൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് എനിക്ക് കാണിച്ചു താ നിന്റെ ആ സൗന്ദര്യം. ആ ശരി. അങ്ങനെ ശേഖരൻ വീഡിയോ കോൾ ചെയ്തു. അയാൾ പറഞ്ഞിരുന്നതിനനുസരിച്ച് ഊർമിള ഓരോന്ന് അഴിച്ചു കൊടുത്തു. അത് അയാൾ റെക്കോർഡാക്കുകയും ചെയ്തു. അവരുടെ വികാരങ്ങൾ അവർ സ്ഥിരം നടത്തുന്നത് അവർ ഫോണിലൂടെ നടന്നു. അതേസമയം ഊർമിളയുടെ മകളുടെ റൂമിൽ നടക്കുന്നത്. അവൾ ഹൃതിക അവൻ്റെ ഫോട്ടോയിൽ നോക്കി നിന്നപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോള് വന്നത്. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ആരാ? ഹലോ ഡിയർ, ഞാൻ ഗോകുലാണ്. എനിക്ക് മനസ്സിലായില്ല, അതാ സോറി. അത് സാരമില്ല. എന്ത് ചെയ്യുന്നത്? ഞാൻ കിടക്കുക. അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു. പിന്നെ ഡാർലിംഗ്, എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്നുണ്ട്. അതിന് നീ നാളെ ഞാൻ പറയുന്നവിടേക്ക് വരുമോ? ഓക്കെ ഗോകുലേട്ടാ, ഞാൻ വരാം. എന്നാ ഉറങ്ങിക്കോ. പിന്നെ ആരും അറിയണ്ട. അതിനവളൊന്ന് മൂളി. നാളെ ഗോകുലേട്ടനെ കാണുന്ന സന്തോഷത്തിൽ അവൾ കണ്ണുകൾ അടച്ചു. ലച്ചു, ഗായു അവളെ ഉറക്കെ വിളിച്ചു. എടി പെണ്ണെ, വേഗം വാ, ബസ്സിപ്പോൾ പോവും. ഇതാ വരുന്നു.
അതും പറഞ്ഞ് ലച്ചു വേഗം റെഡിയായി കോളേജിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവളുടെ മുന്നിൽ ഊർമിള വന്നു നിന്നത്. ചെറിയമ്മേ മാറി നിൽക്ക്, എനിക്ക് പോവണം, ബസ് പോകും. അതിനെവിടെ പോവാണ് നീ? എന്താ ചെറിയമ്മയൊന്നും അറിയാത്ത പോലെ? കോളേജിലേക്ക്. ഇനി നീ എവിടേക്കും പോവില്ല. ഇന്നത്തോടെ നിന്റെ പഠിപ്പ് നിർത്തിയേക്ക്. നിന്റെ വിവാഹം രാഹുലുമായി ഉറപ്പിച്ചിട്ടുണ്ട്, അടുത്ത ആഴ്ചയാണ്. അത് കേട്ടതും അവൾ ഞെട്ടി. എൻ്റെ സമ്മതമില്ലാതെ എങ്ങനെ വിവാഹം നടത്തും? അതൊക്കെ നടക്കും. എടി ലച്ചു, വേഗം വാ. നിന്റെ കൂട്ടുകാരിയോട് പറഞ്ഞേക്ക് ഇനി നീ വരില്ല എന്ന്. അവളൊന്നും മിണ്ടിയില്ല. നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാം. അത് പറഞ്ഞ് ഊർമിള ഗായത്രിയോട് അടുത്തേക്ക് പോയി വിവരം പറഞ്ഞു. അതിനവൾ സമ്മതിച്ചോ? അവളുടെ സമ്മതം ആർക്കു വേണം? ഇവിടെ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. അവളുടെ സമ്മതമില്ലാതെ നടത്തിയ അതിന് നിങ്ങൾ തന്നെ അനുഭവിക്കും. ഓ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ചോളാം. തമ്പുരാട്ടി ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. അവൾ തിരിഞ്ഞു നടന്നു. പിന്നെ ഒരു കാര്യം, ഇനി നീ അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണമെന്നില്ല. അതിന് മറുപടി പറയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ലച്ചുവിന് ചെറിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. ഗായത്രി ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് മാനവിന് സംശയം തോന്നി. അല്ല, നിന്റെ കൂട്ടുകാരി എവിടെ? അവൾ ഗായൊന്നും മിണ്ടാതെ നിന്നു. പറയടോ, താൻ എന്താടോ ഒന്നും മിണ്ടാത്തത്? മനു അവളോട് വീണ്ടും ചോദിച്ചു. അത് സർ, അവളിനി വരില്ല. അവളുടെ വിവാഹം ഉറപ്പിച്ചു. അവൾക്ക് ഇഷ്ടമില്ലാത്ത ആളുമായി. ഗായു ലച്ചുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. പാവം കുട്ടി എന്തെല്ലാം അനുഭവിച്ചു. അവൾ അച്ഛൻ ഇതൊന്നും അറിയില്ല. അറിയാം, അവളുടെ അച്ഛനെ കൊന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അവളോടത് പറയുമ്പോൾ എന്നെ ചീത്ത പറയും. എന്നാ ആ കുട്ടി അവിടെ നിന്നും ഓടിപ്പോയിക്കൂടെ? അതിനവർ എന്ത് ചെയ്താലും അവൾക്ക് കുഴപ്പമില്ല. അതാ അവളോട് ഞാനും അങ്ങനെ പറയും. അപ്പോൾ അവൾ എന്തു പറയും? അപ്പോൾ ഒറ്റക്കാകും, അവനെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങളൊന്ന് പോയി സംസാരിച്ചാൽ ശരിയാകുമോ? അയ്യോ അത് വേണ്ട, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അന്ന് സാറിൻ്റെ കാറിൽ കയറി തന്നെ പോകുന്നതിന് ഒരുപാട് അടി കിട്ടിയിരുന്നു. എന്താ പറഞ്ഞേ? അവൾ പറഞ്ഞത് അബദ്ധമായിപ്പോയി എന്ന് മനസ്സിലായതും അവളുടെ മുഖം പേടിച്ചു വിരണ്ടു. നീ എന്താ പറഞ്ഞത്? അവളെല്ലാം അവനോട് പറഞ്ഞു. അത് കേട്ടതും മനുവിന് ദേഷ്യം വന്നു. എന്നാൽ ഞാൻ പോവട്ടെ സർ, ക്ലാസ് തുടങ്ങാനായി. ആ ശരി, പൊയ്ക്കോ. എന്താ മോനെ മനു, ആ കുട്ടിയെ പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വരാൻ കാരണം? അങ്ങോട്ടേക്കൊരു ചാഞ്ചാട്ടം. പോടാ, ഞാൻ കാരണം ഒരു കുട്ടി വേദന അനുഭവിക്കേണ്ടി വന്നില്ലേ? നമ്മുടെ പെങ്ങളായിരുന്നെങ്കിൽ നീ നോക്കി നിൽക്കുമോ? അതിനെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അവളുടെ അവസ്ഥ കേട്ടപ്പോൾ എന്തോ വല്ലാത്ത വേദന. സാരമില്ലടാ, ആ കുട്ടിയുടെ വിധി അങ്ങനെയാകും. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളിതിൽ ഇടപെടൽ അത് നമുക്കും അവൾക്കും പ്രശ്നമാകും. നീ വേണ്ടാതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. അവൻ അതിലൊന്ന് മൂളി. അവൻ മൂളിയെങ്കിലും അവൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള വേദന മാത്രമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. അതും പറഞ്ഞവൻ കോളേജിലെ ഓഫീസ് റൂമിലേക്ക് പോയി. എട രാഘവ. എന്താ മുതലാളി? നിന്നെ ആരാ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇല്ല മുതലാളി, ആരും അറിയണ്ട. നീ ഇപ്പോഴും ജയിലിലാണെന്ന്, അത് മതി. മുതലാളി, തമ്പി എന്നെ കണ്ടു. നോയെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആരും നിന്നെ കാണരുതെന്ന്. ആ തമ്പി, അവൻ ഈശ്വരവർമ്മയുടെ മൂത്ത മകൻ്റെ കൂട്ടുകാരനാണ്. അവൻ ആരോടും അറിയിക്കില്ല. അതിനുള്ള വഴി എനിക്കറിയാം. അതും പറഞ്ഞ് രാഘവൻ അവിടെ നിന്ന് പോയി. ഇവിടെ ഈശ്വരവർമ്മേ, നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കും. എന്നിട്ട് എൻ്റെ കാൽ കീഴിൽ വന്ന് എൻ്റെ കാല് പിടിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും. അത് പറഞ്ഞ് അയാൾ അട്ടഹസിച്ചു.